നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പ്രിയ കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യം കാണാം പ്രധാന തലക്കെട്ടുകൾ. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായി. സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള വെല്ലുവിളികൾ മികച്ച രീതിയിൽ നേരിട്ട കേരളത്തിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ദേശീയപാത വികസനത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടം. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകി പിണറായി വിജയൻ സർക്കാർ. ഈ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1500 രൂപ. പക്ഷിപ്പനിയിൽ ആശങ്ക വേണ്ടതില്ലെന്നും ജാഗ്രതയാണ് വേണ്ടതെന്നും അധികൃതർ. എല്ലാ മുൻകരുതലുകളുമായി മൃഗസംരക്ഷണ വകുപ്പ്. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള ഡ്രൈ റൺ സംസ്ഥാനത്ത് വിജയകരമായി നടന്നു. ഡ്രൈ റൺ നടത്തിയത് 2 ഘട്ടങ്ങളിലായി. ജൈവ വൈവിധ്യ ലോകത്തിന്റെ ചരിത്രം പറയാൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഇനി ഫിലമെന്റ് രഹിത സംസ്ഥാനം. സാധാരണ ബൾബുകൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം LED ബൾബുകൾ വ്യാപകമാക്കും. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി കെ രാജു. ഏറെ വെല്ലുവിളികൾ നേരിട്ട ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായി. സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള വെല്ലുവിളികൾ നേരിട്ട കേരളത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറെ വെല്ലുവിളികൾ നേരിട്ട പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് കാണാം. സാധ്യമാകില്ല എന്നെഴുതി തള്ളിയ വികസനമാണ് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പൈപ്പ് ലൈൻ വഴി പാചകവാതകം വീടുകളിൽ എത്തിക്കുന്നതാണ് 3620 കോടി രൂപ ചെലവുള്ള സിറ്റി ഗ്യാസ് പദ്ധതി. കൊച്ചി നഗരത്തിനു പുറമെ വടക്കൻ ജില്ലകളിലും സിറ്റി ഗ്യാസ് പദ്ധതി വ്യാപിക്കുന്നതോടെ കുറഞ്ഞ ചെലവിൽ തടസ്സമില്ലാതെ വീടുകളിൽ പാചക ഗ്യാസ് കണക്ഷനുകൾ നൽകാനാകും. നിറമോ മണമോ വിഷാംശമോ രാസപ്രവർത്തന ശക്തിയോ ഇല്ലാത്ത ദ്രാവകമാണ് LNG. പെട്രോളിയം ഗ്യാസ് സിലിണ്ടറിനേക്കാൾ പല മടങ്ങ് സുരക്ഷിതമാണ് പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി. വീട്ടിൽ ഉപയോഗിക്കുന്ന LPGയേക്കാൾ ഭാരം കുറവായതിനാൽ ചോർച്ച ഉണ്ടായാലും നിലത്ത് തളം കെട്ടി നിൽക്കാതെ അന്തരീക്ഷത്തിലേക്ക് എളുപ്പം അലിഞ്ഞുചേരുകയും അപകട സാധ്യത കുറയുകയും ചെയ്യുന്നു. പ്രകൃതിവാതകം മൂലം മണ്ണിന് ഒരു നാശവും സംഭവിക്കില്ല. സാധാരണ ലഭിക്കുന്ന ഇന്ധനവാതകത്തെക്കാൾ 30% വിലക്കുറവിലാണ് പ്രകൃതിവാതകം ലഭിക്കുന്നത്. മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഗ്യാസിന്റെ ബിൽ അടയ്ക്കേണ്ടത്. കേരള, കർണാടക സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ഗെയിൽ പദ്ധതി വലിയ സംഭാവനയാകുമെന്ന് പദ്ധതി നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒന്നിച്ചു നിന്നാൽ ഒന്നും അസാധ്യമല്ലെന്നാണ് പദ്ധതിയുടെ വിജയം തെളിയിക്കുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡ് സൃഷ്ടിക്കുന്നതിനുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. It is an honor to dedicate the 450-kilometer Kochi-Mangaluru natural gas pipeline to the nation. This is an important day for India, especially for the people of Kerala and Karnataka. These two states are being connected by a natural gas pipeline. I congratulate to people of these states. Congratulations also to all stakeholders for taking steps to providing clean energy infrastructure. The pipeline will have a positive impact on the economic growth of these two states. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനമാണ് ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതിലൂടെ നിറവേറ്റപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ന്യായമായ ആശങ്കകൾ പരിഹരിച്ചാണ് സർക്കാർ എല്ലാ തടസ്സങ്ങളും മറികടന്നത്. Back in September 2014, due to several obstacles, GAIL had to stop all works related to this pipeline in Kerala. Therefore, completing this pipeline was one of our major election promises. We sought to clear all obstacles by proactively addressing the genuine concerns of the people.
GAIL authorities also stood by us in making this project come to life. All this juncture, I am extremely happy that our combined efforts have borne fruit. As a government that is committed to staying true to the will of the people, we are content to have delivered on a promise that will significantly improve the quality of life of the people in the state of Kerala. രണ്ട് സംസ്ഥാനങ്ങളിലെയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടുകളിൽ പൈപ്പ് ചെയ്ത പ്രകൃതിവാതകം വിതരണം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അതേസമയം ഗതാഗത മേഖലയ്ക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ലഭിക്കുന്നതിനും വഴിയൊരുക്കും. വ്യവസായശാലകൾക്ക് ചെലവ് കുറഞ്ഞ ഇന്ധനം ലഭ്യമാക്കുന്നതുവഴി വ്യാവസായിക കുതിപ്പും സാധ്യമാകും. വാതകവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. എറണാകുളം പുതുവൈപ്പിനിലെ ടെർമിനലിൽ നിന്നും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴിയാണ് പൈപ്പ് ലൈൻ കർണാടകത്തിലെ മംഗളൂരുവിൽ എത്തുന്നത്. ആകെ 510 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നുപോകുന്നു. സ്ഥലമേറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ കാരണം പദ്ധതി അവസാനിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗെയിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയി. ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കി ഭൂമിക്ക് ന്യായവിലയുടെ 50% നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറക്കുകയും ചെയ്തു. പദ്ധതി പ്രകാരം പൈപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭൂമി തിരികെ കർഷകന് ലഭിക്കും. സാധാരണ പോലെ അവർക്ക് കൃഷി ചെയ്യാം. നഷ്ടപരിഹാരവും കൃത്യസമയത്ത് നൽകി. വാഹനങ്ങൾക്ക് CNG ലഭിക്കുന്നതോടെ ഇന്ധനച്ചെലവ് 20% കുറയും. ഓട്ടോ, ടാക്സി മേഖലയിലുള്ളവർക്ക് ഇതുപയോഗിച്ച് ലാഭകരമായി വാഹനമോടിക്കാം. മലിനീകരണം സൃഷ്ടിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് പ്രകൃതി സൗഹൃദ ഇന്ധനമായ LNGയുടെ വ്യാപനത്തിലൂടെ സാധ്യമാകുക. ഇന്ധനക്ഷമത ഇരട്ടിയോളം വർദ്ധിക്കും. രാജ്യത്തെ പദ്ധതി നിർവഹണ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമാണ് ഗെയിൽ പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചതോടെ എഴുതി ചേർക്കപ്പെട്ടത്. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ അനവധി പ്രതിബന്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് സാക്ഷാത്കൃതമാകുന്നത് രാജ്യത്തിന് തന്നെ ബഹുമതിയാണ്. പദ്ധതി നിർവഹണത്തിൽ കേരളത്തിന്റെയും കേരള സർക്കാരിന്റെയും കരുത്തും മികവും ഒന്നുകൂടി ലോകത്തിനു മുൻപിൽ വെളിവാക്കപ്പെട്ടു. കർണാടകയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ജീവിതത്തിലും പദ്ധതി വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കുക. പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ 500 മുതൽ 720 കോടി വരെ സംസ്ഥാനത്തിന് നികുതി വരുമാനം ലഭിക്കും. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും വഴിയൊരുക്കുകയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി. ഒരു പതിറ്റാണ്ട് കാലത്തോളം ഇഴഞ്ഞു നീങ്ങി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ നാട് കടപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടിനോടും ഇച്ഛാശക്തിയോടുമാണ്. ഉദ്ഘാടന ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കർണാടക ഗവർണർ വാജുഭായ് വാല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ, പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത വികസനത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടം. വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഗതാഗത സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന മേൽപ്പാലങ്ങൾ എസ്റ്റിമേറ്റ് തുകയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രതിസന്ധികൾക്ക് നടുവിൽ ഇച്ഛാശക്തിയോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും എഞ്ചിനീയറിംഗ് മികവോടെയും നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കൈവരിച്ചിരിക്കുന്നത് തിളക്കമാർന്ന നേട്ടം തന്നെയാണ്. 440 മീറ്റർ നീളമാണ് വൈറ്റില പാലത്തിനുള്ളത്. ഫ്ലൈ ഓവറിന് മെട്രോ റെയിലുമായി 5.5 മീറ്റർ ഉയര വ്യത്യാസമുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫ്ലൈ ഓവറിന് ഇരുവശത്തും ഓട്ടോമാറ്റിക് ലൈറ്റിംഗും ട്രാഫിക് സേഫ്റ്റി സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിന്റെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകളും BMBC നിലവാരത്തിൽ നിർമ്മിച്ച് ടൈൽ പാകി ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ദേശീയപാത 66, 966B, 85 എന്നിവയുടെ സംഗമ സ്ഥാനമായ കുണ്ടന്നൂരിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്
2018 മാർച്ച് 26-നാണ്. 24.1 മീറ്റർ വീതിയിലാണ് മേൽപ്പാലം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്രോച്ച് റോഡ് അടക്കം പാലത്തിന്റെ നീളം 731 മീറ്റർ. മേൽപ്പാല നിർമ്മാണങ്ങൾ പൂർത്തിയായതോടെ ദേശീയ പാതയിലൂടെയുള്ള സഞ്ചാരം യാത്രക്കാർക്ക് സമ്മാനിക്കുക സുന്ദരമായ അനുഭവങ്ങൾ തന്നെയാകും. പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകി പിണറായി വിജയൻ സർക്കാർ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വർദ്ധിപ്പിച്ച് 1500 രൂപയായിട്ടാകും ഇനി ജനങ്ങളുടെ കൈകളിൽ എത്തുക. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികൾ അലട്ടുന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് നൽകിയ വാക്കുപാലിക്കാൻ ഇടതുമുന്നണി സർക്കാർ മറന്നില്ല. 2016 ഭരണത്തിൽ കയറുമ്പോൾ 600 രൂപ ക്ഷേമ പെൻഷൻ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ഈ പുതുവർഷത്തിൽ അത് വീടുകളിൽ എത്തുമ്പോൾ കണ്ണും നട്ട് ഈ തുകയും കാത്തിരിക്കുന്ന ഓരോ മുഖത്തും വിടരുന്നത് ഇരട്ടി മധുരമുള്ള പുഞ്ചിരികളാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്താൽ തകർന്നിരിക്കുന്ന ഈ സമയത്തും സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭരണാധികാരികൾ മറന്നില്ല. നിസ്സഹായരായി നിൽക്കുന്ന സമയത്തും പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി സാധ്യമായതെല്ലാം സമയാസമയത്ത് കൃത്യമായി എത്തിച്ചുകൊണ്ടിരുന്നു. കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് അർഹതപ്പെട്ടവർക്കെല്ലാം പെൻഷൻ ഉറപ്പാക്കി അത് മാസം തോറും കൃത്യമായി വിതരണം ചെയ്യാനും പിണറായി സർക്കാരിനായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യമല്ല, മറിച്ച് അവശ്യ വിഭാഗത്തിന്റെ അവകാശമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സർക്കാർ. പ്രകടന പത്രികയിൽ പറഞ്ഞ പെൻഷൻ വർധന നടപ്പാക്കിയാണ് പിണറായി വിജയൻ സർക്കാർ പ്രവർത്തനം തുടങ്ങിയത്. എല്ലാ പെൻഷനും 1000 രൂപയാക്കി. 2017 ഏപ്രിൽ 1 മുതൽ 1100 രൂപയാക്കി. 2019 ഏപ്രിൽ 1 മുതൽ 1200 രൂപയും 2020 ഏപ്രിൽ മുതൽ 1400 രൂപയുമായി വർദ്ധിപ്പിച്ചു. സർക്കാർ ചുമതലയേൽക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം 33.99 ലക്ഷമായിരുന്നു. ഇന്നത് 60.31 ലക്ഷമായി. ചേർത്ത് പിടിക്കാൻ, കൈപിടിച്ചുയർത്താൻ പിണറായി സർക്കാരിന്റെ കരങ്ങളുള്ളപ്പോൾ ഏത് പ്രതിസന്ധി നിറഞ്ഞ കാലവും ഈ നാട് അതിജീവിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ജാഗ്രതയാണ് വേണ്ടതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി ആശങ്ക വേണ്ട. നന്നായി വേവിച്ച കോഴിയിറച്ചി, മുട്ട എന്നിവ തികച്ചും ഭക്ഷ്യയോഗ്യമാണ്. അണുക്കൾ 60 ഡിഗ്രി ചൂടിൽ അരമണിക്കൂറിൽ നശിച്ചുപോകും. H5N8 വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതായി റിപ്പോർട്ടില്ല. ജനിതക മാറ്റം സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുള്ള ജാഗ്രതയാണ് വേണ്ടത്. പച്ച മാംസം കൈകാര്യം ചെയ്തതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. എല്ലാ കരുതൽ നടപടികളുമായി മൃഗസംരക്ഷണ വകുപ്പ് ഒപ്പമുണ്ട്. ചത്ത പക്ഷികളെയോ രോഗം ബാധിച്ചവയെയോ ദേശാടന കിളികളെയോ ഇവയുടെ കാഷ്ടമോ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. രോഗം ബാധിച്ചതോ ചത്തതോ ആയ പക്ഷികളെ കൈകാര്യം ചെയ്യുമ്പോൾ കൈയുറയും മാസ്കും നിർബന്ധമായും ധരിക്കേണ്ടതാണ്. അസാധാരണമാം വിധം പക്ഷികളുടെ മരണം ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്ഥാപനത്തിൽ അറിയിക്കുക. പക്ഷികളെ കൈകാര്യം ചെയ്ത ശേഷം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണുക. പകുതി വേവിച്ച മുട്ടകൾ, മാംസം, പിങ്ക് നിറത്തിലുള്ള മാംസം എന്നിവ കഴിക്കരുത്. ബുൾസൈ പോലുള്ളവ ഒഴിവാക്കുക. രോഗബാധയേറ്റ പക്ഷികളുള്ള പ്രദേശത്ത് നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ വാങ്ങുകയോ വിൽക്കുകയോ അരുത്. രോഗം ബാധിച്ച പക്ഷികളെ കൊന്നൊടുക്കുന്നതിനും രോഗബാധിത പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിനും ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക. ശുചീകരണത്തിനായി 2% സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, കുമ്മായം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അണുനശീകരണം നടത്തുമ്പോൾ സുരക്ഷിതമായ വസ്ത്രധാരണം ഉറപ്പുവരുത്തേണ്ടതാണ്. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള ഡ്രൈ റൺ സംസ്ഥാനത്ത് വിജയകരമായി നടന്നു. ഇതുവരെ 3.51 ലക്ഷം പേരാണ് കോവിഡ് വാക്സിനു വേണ്ടി സംസ്ഥാനത്ത് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2 ഘട്ടമായി കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നടത്തി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലായി ഡ്രൈ റൺ നടന്നു. ഓരോ കേന്ദ്രങ്ങളിലും 25 ആരോഗ്യ പ്രവർത്തകർ വീതം ഡ്രൈ റണ്ണിൽ പങ്കെടുത്തു. വാക്സിൻ രജിസ്ട്രേഷൻ മുതൽ ഒബ്സർവേഷൻ വരെ കോവിഡ് വാക്സിനേഷൻ നൽകുന്ന നടപടിക്രമങ്ങൾ എല്ലാം അതുപോലെ പാലിച്ചാണ് ഡ്രൈ റൺ നടത്തിയത്. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. എപ്പോൾ വാക്സിൻ എത്തിയാലും സ്വീകരിക്കാൻ കേരളം സജ്ജമാണ്. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 3,51,457 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ആരോഗ്യവകുപ്പിന് ലഭിച്ച 100% പേരുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. സർക്കാർ മേഖലയിലെ 1,67,084 പേരും സ്വകാര്യ മേഖലയിലെ 1,84,373 പേരുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയിലെ 400ഓളം ജീവനക്കാരുടെയും കനിവ് 108 ആംബുലൻസിലെ 1,344 ജീവനക്കാരുടെയും രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് എത്രയും വേഗം കോവിഡ്-19 വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വാക്സിൻ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക കമ്പനിയായിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്ന കോവിഷീൽഡ് വാക്സിനാണ്. വളരെ പെട്ടെന്ന് തന്നെ വാക്സിൻ നമ്മളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ വാക്സിൻ എത്തിക്കാൻ കഴിയുമെന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നുണ്ട്. നമുക്ക് ഔദ്യോഗികമായി ഇന്ന ദിവസം എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. എന്നാലും വാക്സിൻ വളരെ പെട്ടെന്ന് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിട്ടയായ വാക്സിൻ വിതരണത്തിന് കേരളം സജ്ജമായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് തീരുമാനിച്ച മുൻഗണനാ ഗ്രൂപ്പിലുള്ളവർക്കാണ് വാക്സിൻ ആദ്യം നൽകുക. പിന്നീട് വാക്സിൻ കിട്ടുന്ന അളവിൽ മറ്റുള്ളവർക്കും നൽകും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലകളിൽ നടന്നിട്ടുണ്ട്. വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സംഭരണം, വിതരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കുറ്റമറ്റ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകിയ ശീതീകരണ ഉപകരണങ്ങൾക്ക് പുറമെ സംസ്ഥാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. വാക്സിൻ സംഭരണത്തിനായുള്ള കോൾഡ് സ്റ്റോറേജ് അടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 2 മുതൽ 8 ഡിഗ്രി വരെ ഊഷ്മാവിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിതരണ ശൃംഖലകളും തയ്യാറായി കഴിഞ്ഞു. വാക്സിൻ വിതരണത്തിനായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ 2000-ലേറെ ആശുപത്രികൾ ശീതീകരണ ശൃംഖലകളായി മാറും. ആദ്യഘട്ടത്തിൽ സർക്കാർ, സ്വകാര്യ മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശാ വർക്കർമാർ, ICDS അങ്കണവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുക. ജൈവ വൈവിധ്യ ലോകത്തിന്റെ ചരിത്രം പറയാൻ തലസ്ഥാനത്ത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഒരുങ്ങി. അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 8 വ്യത്യസ്ത ഗാലറികളിലായി 1800-ലധികം പ്രദർശന വസ്തുക്കളാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വംശനാശം സംഭവിച്ച് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ 19 ജന്തുക്കളുടെ ത്രിമാന രൂപം സജ്ജീകരിച്ചൊരുക്കിയ അന്യം നിന്ന ജീവികളുടെ ഗാലറി, ജന്തു ഭൗമശാസ്ത്രപരമായി വേർതിരിക്കപ്പെട്ട സസ്തനികളുടെ ഗാലറി എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. പ്രദർശന വസ്തുക്കളുടെ വിശദവിവരങ്ങളടങ്ങിയ ടച്ച് സ്ക്രീൻ കിയോസ്കുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗവേഷകർക്കായി 2226 പക്ഷികളുടെയും നിരവധി ഉഭയജീവികളുടെയും പഠന സ്പെസിമെനുകളടങ്ങിയ റെപ്പോസിറ്ററിയും ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ശീതീകരിച്ച മ്യൂസിയത്തിൽ ഭിന്നശേഷി സൗഹൃദത്തിന്റെ ഭാഗമായി സ്റ്റെയർ ലിഫ്റ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6.5 കോടി രൂപ ചിലവഴിച്ചാണ് മ്യൂസിയത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. കേരളം ഇനി ഫിലമെന്റ് രഹിത സംസ്ഥാനം. സാധാരണ ബൾബുകൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം LED ബൾബുകൾ വ്യാപകമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും LED ബൾബിന്റെ വെളിച്ചമെത്തിക്കാൻ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. ഉപഭോക്താവിന്റെ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയുന്നതോടൊപ്പം ഊർജ്ജ സംരക്ഷണവും ഇതിലൂടെ സാധ്യമാകും. വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. പദ്ധതി പൂർണ്ണമായാൽ 100 മുതൽ 150 വരെ മെഗാവാട്ട് വൈദ്യുതി ലാഭിക്കാൻ കഴിയും. ഇതുവഴി KSEBയുടെ വൈദ്യുതി വാങ്ങൽ ചെലവ് കുറയും. വൈദ്യുതി ഉപഭോഗവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3 വർഷം ഗ്യാരണ്ടിയുള്ള LED ബൾബുകളാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. 100 രൂപയിലധികം വിലയുള്ള ബൾബുകൾ 65 രൂപയ്ക്ക് വിതരണം ചെയ്യും. ഗ്യാരണ്ടി കാലയളവിനിടയിൽ ബൾബ് കേടായാൽ മാറ്റി നൽകും.
ബൾബിന്റെ വില വൈദ്യുതി ബില്ലിന്റെ കൂടെ ഒന്നിച്ചോ തവണകളായോ അടയ്ക്കാം. KEBയുടെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ബൾബ് നൽകുന്നത്. നിലവിൽ 17 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരം നൽകും. KEB തിരിച്ചെടുക്കുന്ന ഫിലമെന്റ് ബൾബുകൾ ക്ലീൻ കേരള കമ്പനിക്ക് നൽകും. അവർ അത് ശാസ്ത്രീയമായി സംസ്കരിക്കും. ആഗോളതാപനം തടയാൻ കേരളം മുന്നോട്ടുവയ്ക്കുന്ന ബദൽ ഇടപെടലാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി. തെരുവു വിളക്കുകൾ പൂർണ്ണമായി LED ആയി മാറ്റാനുള്ള നിലാവ് പദ്ധതി നടപ്പാക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. 16 ലക്ഷം തെരുവു വിളക്കുകളിൽ 5.5 ലക്ഷം ഇപ്പോൾ തന്നെ LED ആണ്. ബാക്കി 10.5 ലക്ഷം മാറ്റാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ 2 ലക്ഷം ബൾബുകൾ മാറ്റും. അടുത്ത ഘട്ടത്തിൽ ബാക്കി മുഴുവൻ മാറ്റും. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ രംഗങ്ങളിൽ 4.5 വർഷം കൊണ്ട് സർക്കാർ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ചയായി 4 വർഷം ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് കേരളത്തിന് ലഭിച്ചത് ഇതിനുള്ള അംഗീകാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിലേത്. മന്ത്രി K. രാജു നിർമ്മാണ പുരോഗതികൾ നേരിട്ട് വിലയിരുത്തി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പാർക്കാണ് തൃശൂർ പുത്തൂരിൽ ആരംഭിക്കുന്നത്. ജൈവ സമ്പത്ത് നിലനിർത്തിയുള്ള നിർമ്മാണമാണ് പുത്തൂരിലേത്. മൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും അവരവരുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തി സംരക്ഷിച്ചാണ് നിർമ്മാണം. 3 ഘട്ടമായാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. തൃശൂർ മൃഗശാലയിൽ നിലവിലുള്ള മൃഗങ്ങളെ പുത്തൂരിലേക്ക് മാറ്റും. 350 കോടി രൂപയുടെ നിർമ്മാണ ചിലവിൽ 330 ഏക്കറോളം പ്രദേശത്താണ് പാർക്ക് ഒരുങ്ങുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കും. സന്ദർശകർക്ക് സുരക്ഷിതമായി മൃഗങ്ങളെ അടുത്ത് കാണാനുള്ള സൗകര്യമാണ് പുത്തൂരിലൊരുങ്ങുന്നത്. സുവോളജി പാർക്ക് പൂർണ്ണ സജ്ജമാകുന്നതോടെ 4 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമായി വരും. മണൽക്കുഴിയിൽ നിന്ന് വെള്ളം എത്തിക്കാനാണ് തീരുമാനം. ഒപ്പം പാർക്കിനുള്ളിൽ തന്നെയുള്ള കുളങ്ങൾ ജലവിതരണത്തിന് സജ്ജീകരിക്കും. വാഹനങ്ങൾക്കുള്ള പാർക്കിങ്ങിന് വിപുലമായ സംവിധാനമാണ് ഒരുക്കുക. മൃഗങ്ങൾ പുതിയ സാഹചര്യത്തോട് ഇണങ്ങിയ ശേഷമാണ് സന്ദർശകരെ അനുവദിക്കുക. ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്ന മൃഗങ്ങൾക്കുള്ള 4 വാസസ്ഥലങ്ങൾ, വാഹന പാർക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ, പാർക്കിനകത്ത് സജ്ജമാക്കുന്ന മൃഗാശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, പക്ഷികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ആവാസ വ്യവസ്ഥ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയത്. വന്യജീവികൾക്കായി 23 വാസസ്ഥലങ്ങൾ, സന്ദർശകർക്കുള്ള പാർക്കിംഗ് സൗകര്യം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും സൂ ഹോസ്പിറ്റൽ സമുച്ചയവും ഉൾപ്പെടുന്നതാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. 1ാം ഘട്ട നിർമ്മാണങ്ങളുടെ ഭാഗമായ പക്ഷിക്കൂട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങുകൾ, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളുടെ കൂടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2ഉം 3ഉം ഘട്ടമായി 19 കൂടുകളുടെ നിർമ്മാണവും PWDയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ 8 കൂടുകളുടെയും അറൈവൽ ആൻഡ് പാർക്കിംഗ് സോൺ, ഓറിയന്റേഷൻ സെന്റർ, ബയോഡൈവേഴ്സിറ്റി സെന്റർ, കോമൺ സർവീസ് ആൻഡ് ട്രാം റോഡ് എന്നിവയുടെ നിർമ്മാണം 70% പൂർത്തീകരിച്ചിട്ടുണ്ട്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തൃശൂരിലെ മൃഗശാല പുത്തൂർ വനമേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി 2 പതിറ്റാണ്ട് മുൻപ് വിഭാവനം ചെയ്തതാണ്. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കാണാം. കേരളം പോയ വാരം. ആലപ്പുഴ ചെങ്ങന്നൂരിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും ദീർഘനാളത്തെ ആവശ്യമായിരുന്ന മിനി വൈദ്യുതി ഭവന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി M. M. മണി നിർവഹിച്ചു. 2,13,00,000 രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ കെട്ടിടം നിലനിന്നിരുന്ന 24 സെന്റ് ഭൂമിയിലാണ് 3 നിലയിൽ 7,500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. സെക്ഷൻ, സബ് ഡിവിഷൻ, ഡിവിഷൻ ഓഫീസുകൾ, ഉപഭോക്താക്കൾക്ക് കസ്റ്റമർ കെയർ സെന്റർ, വനിതാ ജീവനക്കാർക്കായി പ്രത്യേകം വിശ്രമമുറി, കോൺഫറൻസ് ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ടാകും. ബേപ്പൂരിന്റെ വികസനം ലക്ഷ്യമാക്കി വിനോദസഞ്ചാര വകുപ്പ് വിഭാവനം ചെയ്ത ബേപ്പൂർ മറീന ടൂറിസം വികസന പദ്ധതിക്ക് തുടക്കമായി. 5.9 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ബേപ്പൂർ പുലിമുട്ടിൽ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. നടപ്പാത നവീകരണം, ലാൻഡ്സ്കേപ്പിംഗ്, ഇലക്ട്രിക്കൽ പ്രവൃത്തി, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ. വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് DTPC മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർവഹണ ഏജൻസി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ്. പ്രിയ
കേരളത്തിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം PRDprogrampproducer@gmail.com. പ്രിയ കേരളം വീണ്ടും നിങ്ങളെ തേടിയെത്തും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.